الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സസൂക്ഷ്മം ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും പടച്ചവനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും അവസാനത്തെ ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം എല്ലാവരും. വളരെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി വരവേറ്റിരുന്ന വിശുദ്ധ റമളാൻ നമ്മോട് യാത്ര പറയുമ്പോൾ നമുക്ക് ഏറെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. കാരണം ആത്മസംസ്കരണത്തിന്റെ നിമിഷങ്ങളാണ് നമ്മോട് വിട പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്താൽ നിറച്ചു വെച്ചിട്ടുള്ള നാളുകളായിരുന്നു നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ഒരു റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്നതിന് യാതൊരു നിശ്ചയവും നമുക്കില്ല. അതുപോലെ തന്നെ റമളാൻ യാത്ര ചോദിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുത്തിട്ടുണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചും നമുക്ക് നിശ്ചയമില്ല. ഏതായിരുന്നാലും ഈ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടുകൂടി, നോവുന്ന മനസ്സോടുകൂടി, ഈമാനോടും ഇഖ്ലാസോടും കൂടി റബ്ബിലേക്ക് പൂർണാർത്ഥത്തിൽ അടുക്കുവാൻ ഇനിയുള്ള നിമിഷങ്ങളെ നാം പരിപൂർണമായും ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ നാളുകളിൽ നാം നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്.
വളരെയധികം യാത്രാ തിരക്കുകളോ അതുപോലെ തന്നെയുള്ള ബിസിനസ്സും ജോലികളോ ഒക്കെയുള്ളവരായിരുന്നാൽ പോലും ജമാഅത്തുകൾ നഷ്ടപ്പെടാതെ നിർവഹിക്കുവാൻ നമ്മളൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ചൂട് വളരെയധികം കൂടിയിട്ടുള്ള ഈ സമയത്ത് എത്രമാത്രം ദാഹം നമുക്കുണ്ടായിരുന്നാലും ശരി, വുളുവെടുക്കുന്ന സമയത്ത് പോലും അവിടെ ഒരാള് ഉറങ്ങുന്നതായിരുന്നു. വുളുവെടുക്കുന്ന സമയത്ത് പോലും അങ്ങനെയുള്ള ഒരു കുറ്റി വെള്ളം പോലും ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ പരമാവധി നാം ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റമദാനല്ലാത്ത കാലങ്ങളിൽ വിശുദ്ധ ഖുർആനുമായി അധിക ബന്ധങ്ങളൊന്നും പുലർത്തിയിട്ടില്ലാത്ത ആളുകൾ പോലും ഈ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ ഒന്നല്ല, 10 അല്ല, ഒരു ജുസ് അല്ല, അതിനേക്കാൾ അധികം ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് അവന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ തങ്ങളുടെ കയ്യിൽ തങ്ങളുടെ കുടുംബത്തിന്റെ സാധാരണയുള്ള ദൈനംദിന ചെലവുകൾക്ക് പോലും തികയാത്ത രൂപത്തിലുള്ള ആളുകളായിരുന്നാൽ പോലും വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ ആ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് മിച്ചം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, വിവിധങ്ങളായ പുണ്യകർമ്മങ്ങളുടെ മേഖലകളിലേക്ക് ചെലവഴിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ട്. റമദാൻ എന്ന് പറയുന്നത് ഒരു സക്കാത്തിന്റെ മാസമല്ലെങ്കിലും പല ആളുകളും സക്കാത്ത് കൊടുക്കുവാൻ വേണ്ടി ഈ മാസത്തെ തെരഞ്ഞെടുക്കാറുണ്ട് എന്നതിനാൽ എന്റെ ബിസിനസ്സും സമ്പാദ്യവും വരുമാനവും എന്തൊക്കെയാണ് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് കൃത്യമായും അത് അർഹിക്കുന്ന ആളുകൾക്ക് അർഹിക്കുന്ന വിധത്തിൽ അത് ചെലവഴിക്കുവാൻ നാം ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിനരാത്രങ്ങളിലൂടെ പടച്ച റബ്ബുമായി, സൃഷ്ടാവുമായി ഏറ്റവും കൂടുതൽ അടുക്കുവാനും അവന്റെ തൃപ്തിയും പൊരുത്തവുമെല്ലാം നേടിയെടുക്കുവാനും നാം ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ ഭാരിച്ച പ്രതിഫലങ്ങൾ നൽകി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹസനുൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹം പ്രമുഖ പണ്ഡിതനാണ്. ആ പണ്ഡിതനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അമുഅ്മിനുൻ അൻത, അമുഅ്മിനുൻ അൻത, താങ്കൾ മുഅ്മിനാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം അറിയപ്പെടുന്ന പണ്ഡിതനാണ്, പ്രബോധകനാണ്. എന്നിട്ട് കൂടി ഈ ചോദ്യം കേട്ട സമയത്ത് അദ്ദേഹം ഞെട്ടിപ്പോവുകയാണ്. നീ ഒരു മുഅ്മിനാണോ എന്ന ചോദ്യത്തിന്. ഏറെ അല്പസമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി പറയുകയാണ്, അൽ ഈമാനു ഈമാനാനി. ഈമാൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. 2 തരത്തിലുള്ള ഈമാനുണ്ട്. വഇൻ കുൻത തസ്അലനി അനിൽ ഈമാനി ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. താങ്കൾ എന്നോട് ചോദിച്ചിട്ടുള്ള താങ്കൾ മുഅ്മിനാണോ എന്ന ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിലും പ്രവാചകനിലും കിതാബിലും അതുപോലെയുള്ള കാര്യങ്ങളിൽ നാം എണ്ണി എണ്ണി പറയുന്ന 6 കാര്യങ്ങളിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ ഞാൻ ആ രൂപത്തിലുള്ള ഒരു മുഅ്മിനാണ്. വഅന മുഅ്മിനുൻ, ഞാനൊരു മുഅ്മിനാണ്. എന്നാൽ വഇൻ കുൻത തസ്അലനി അൻ ഖൗലിഹി തബാറക വതആല ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന സൂറത്തു അൻഫാലിലെ 2ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുഅ്മിനാണോ എന്നാണ് താങ്കളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശമെങ്കിൽ ഫവല്ലാഹി മാ അദ്രി അന മിൻഹും അം ലാ, അതാണ് ചോദ്യമെങ്കിൽ ഞാൻ അതിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഹൃദയം വിറകൊള്ളുകയും വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനുകൾ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലാണെങ്കിൽ
ഞാൻ ഒരിക്കലും മുഅ്മിനാണോ അല്ലേ എന്ന് തീർത്തു പറയാൻ എനിക്ക് കഴിയില്ല എന്ന ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ ആ സംശയം നമ്മുടെ മനസ്സുകളിലും നിറഞ്ഞു നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ നാളുകളിലേക്ക് എത്തിയ ഈ സമയത്ത് നാം നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ഈ മാസം, അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ഇതിലെ വിശുദ്ധമായ നോമ്പ്, അതുപോലെയുള്ള പുണ്യകർമ്മങ്ങൾ, ആ പുണ്യകർമ്മങ്ങളുടെ ദിനങ്ങൾ നമ്മോട് വിട പറയുമ്പോ ഒരു ജയിലിൽ നിന്ന് പുറത്തു പോരുന്ന പ്രതീതിയാണോ നമുക്കുള്ളത്? അതല്ല ഒരു വിശിഷ്ട അതിഥി നമ്മോട് വിട പറയുന്ന ദുഃഖമാണോ എനിക്കുള്ളത് എന്ന് നാം നമ്മോട് ചോദിക്കേണ്ടതാണ്. ഇതുവരെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഇതുവരെ എനിക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടിയിരുന്നു, ഇനി ഇതാ ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാവുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഹിംസ്ര ജന്തുവിനെ കൂട്ടിലടച്ച് അതിനെ പുറത്തേക്ക് വിടുന്ന രൂപത്തിൽ ഞാനൊരു സ്വതന്ത്രനായി എന്ന ചിന്തയാണോ നമ്മുടെ മനസ്സിലേക്ക് റമളാൻ വിട പറയുമ്പോൾ ഉണ്ടാവുന്നത്? അതല്ല, ഞാൻ ചോദിച്ചതുപോലെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശിഷ്ട അതിഥി ദിവസങ്ങളോളം, ഒരു മാസക്കാലം നമ്മോടൊപ്പം കഴിഞ്ഞുകൂടിയിട്ട് ആ വിശിഷ്ടാതിഥി നമ്മളോട് യാത്ര ചോദിക്കുമ്പോഴുള്ള ഒരു ദുഃഖമാണോ നമുക്കുള്ളത്? ഇതിൽ ഏതാണ് ഉണ്ടാവേണ്ടത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മെ വിലയിരുത്തേണ്ടത്, ഞാൻ ഓതി വെച്ച സൂറ ആയത്തിൽ അല്ലാഹു പറയുന്നത്, فَأَمَّا مَنْ طَغَى وَآثَرَ الْحَيَاةَ الدُّنْيَا فَإِنَّ الْجَحِيمَ هِيَ الْمَأْوَى. ഈ ദിനരാത്രങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിലംഘിക്കുകയും അതിർവരമ്പുകളെ മുഴുവനും ലംഘിക്കുകയും എന്നിട്ട് തന്നിഷ്ടങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ, ഫൈനൽ ജഹീമ ഹിയൽ മഅ്വാ, അവൻ നരകത്തിന്റെ ആളുകളിൽപ്പെട്ടവനായിരിക്കും. ഇങ്ങനെയുള്ള വിശിഷ്ട നാളുകൾ അല്ലാഹു സമ്മാനിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താതെ സാധാരണ പോലെ കഴിഞ്ഞുകൂടി അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടാൻ കഴിയാത്തവനാണെങ്കിൽ അവൻ നരകത്തിലേക്കായിരിക്കും അല്ലാഹുവിന്റെ അടുക്കൽ എത്തിപ്പെടുക. എന്നാൽ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന ഭയമുണ്ടാവുകയും അവന്റെ മുമ്പിൽ ഞാൻ ചോദ്യങ്ങൾക്ക് വിധേയനാക്കപ്പെടും എന്ന ബോധമുണ്ടാവുകയും ചെയ്തുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവനാണെങ്കിൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, അവൻ സ്വർഗത്തിലേക്കായിരിക്കും അവൻ എത്തിപ്പെടുക എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാവേണ്ടുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനോട് നമുക്ക് ദുഃഖമാണോ സന്തോഷമാണോ ഉള്ളത് എന്നത് നമ്മുടെ മനസ്സിനോട് നാം തന്നെ ചോദിച്ചു നോക്കുക. അതുപോലെ തന്നെ നാം ചോദിക്കേണ്ടുന്ന മറ്റൊരു ചോദ്യമാണ്, ഇതിലൂടെ ഞാൻ നേടിയെടുക്കേണ്ടുന്ന ലക്ഷ്യം നേടാൻ എനിക്ക് സാധിച്ചുവോ? റമളാനിലൂടെ നേടേണ്ടുന്ന ലക്ഷ്യം ഖുർആൻ പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ എന്നായിരുന്നു. തഖ്വയോടുകൂടി ജീവിക്കാൻ പാകപ്പെടുത്തുന്ന ഒരു പരിശീലനമാണ് റമളാൻ എന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വളർന്നു വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മീയതയിലൂടെ പടച്ച റബ്ബിനെ രഹസ്യമായും പരസ്യമായും ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുകയും അവൻ വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വളരാനും ഈ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പടച്ചവനെ, നീ നാളെ നിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് നമ്മളെയൊന്നും നീ അപമാനിക്കരുതേ തമ്പുരാനെ. അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസമാണ്.
ശുദ്ധമായ ഹൃദയത്തോടുകൂടി നിന്നെ സമീപിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവിടെ രക്ഷയുണ്ടാവുക എന്ന് പറഞ്ഞ ആ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മോട് നാം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ വിശുദ്ധ റമദാനിന്റെ നാളുകളിലൂടെ നാം കഴിഞ്ഞു പോകുന്ന സമയത്ത് മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കുവാനുള്ളത്, ഞാൻ നിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവനാണ് എന്ന ബോധത്തോടു കൂടി ആ ദിനങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് രണ്ടുറ്റി കണ്ണുനീരെങ്കിലും നമുക്ക് ഒഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഒരുപാട് തവണ പടച്ചവനോട് നാം കേണപേക്ഷിച്ചുകൊണ്ട് കരയേണ്ടുന്ന, പറയേണ്ടുന്ന, പ്രാർത്ഥിക്കേണ്ടുന്ന, യാചിക്കേണ്ടുന്ന നിമിഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് ആ സൃഷ്ടാവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അടുക്കലുള്ള പരലോകത്തിലെ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒരു നേരം കരയാൻ, ഒരു അല്പനേരം ദുഃഖമുണ്ടാകാൻ, മനസ്സ് വാചാലമായി കൊണ്ട് പടച്ചവനോട് അടുക്കാൻ ഉള്ള അവസരം എപ്പോഴെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ എന്നത് നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അങ്ങനെ ഒരു അവസരം എപ്പോഴെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആ കണ്ണുനീർ ഒരു ഈച്ചയുടെ, ഒരു കൊതുകിന്റെ ചിറകിനോട് അത്രമുള്ള കണ്ണുനീരാണ് ആത്മാർത്ഥമായി നമ്മുടെ കണ്ണിൽ നിന്ന് ഒലിച്ചു വീണത് എങ്കിലും ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞിട്ടുള്ള ആ കണ്ണുകളുള്ള ശരീരം ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാം നമ്മോട് ചോദിക്കുക, അങ്ങനെ ഒരു അവസ്ഥ റമദാനിൽ ഈ വിശുദ്ധ നാളുകളിൽ ജീവിച്ചപ്പോൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ നാം നമ്മോട് ചോദിക്കേണ്ടുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ ദിനരാത്രങ്ങളിൽ ജീവിച്ചിട്ടുള്ള എനിക്ക് മറ്റുള്ള കാലത്ത് ഞാൻ ജീവിച്ചതിനേക്കാൾ അധികമായി നന്മകളിലൂടെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ടോ? നമസ്കാരങ്ങളിലും ഇബാദത്തുകളിലും പൂർണാർത്ഥത്തിൽ ശ്രദ്ധിക്കുവാനും അതല്ലാത്ത ദാനധർമ്മങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലും പരമാവധി മുന്നേറുവാനും, രോഗികളെ സന്ദർശിക്കുവാനും, കുടുംബബന്ധം പുലർത്തുവാനും, മാതാപിതാക്കളെ നല്ല നിലയിൽ പെരുമാറുവാനും, അയൽപക്ക ബന്ധങ്ങൾ സൂക്ഷിക്കുവാനും, സുഹൃബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും, ഇങ്ങനെയുള്ള എല്ലാ നല്ല നല്ല കാര്യങ്ങളും അതിനെ ഊട്ടിയുറപ്പിക്കുവാനും, അതിനെ മെഴുകിയെടുത്തുകൊണ്ട് മിനുസപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്നതും നമ്മോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ മനസ്സ് നാം ചോദിക്കുന്ന ആ സമയത്ത് തന്നെ, സെക്കൻഡിൽ തന്നെ നമുക്കതിനൊക്കെ ഉത്തരം നൽകും. കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ആ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസം കഴിയേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ചോദ്യങ്ങൾ നാം നമ്മോട് ചോദിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ മനസ്സ് നമുക്ക് ഉത്തരം നൽകും. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ ഉത്തരം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഏറ്റവും ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഈ റമദാനിലൂടെ കാര്യമായും നാം ചെയ്യേണ്ടിയിരുന്നത്. എത്രമാത്രം നമുക്ക് ഈ കാര്യം പാലിക്കുവാൻ സാധിച്ചു? വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ അതിന്റെ അർത്ഥസഹിതം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെയുള്ള ഖുർആനുമായിട്ടുള്ള ഏതെങ്കിലും പഠന മേഖലകളിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദിനരാത്രങ്ങളിലൂടെ സാധാരണ ദിനങ്ങളെക്കാൾ അധികമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് വിജ്ഞാനം വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ടായിട്ടും ആ അവസരങ്ങൾ നാം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ഈ പള്ളിയിൽ തന്നെ റമദാൻ മുഴുവനായും ഈ ദിനരാത്രങ്ങളിൽ ദുഹറിന് ശേഷം വിജ്ഞാനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ചുള്ള ക്ലാസുകളുണ്ട്. അതെല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ?
അതല്ല, ഞാൻ പണ്ട് കാലത്ത് മദ്രസകളിൽ വെച്ചുകൊണ്ട് 5ഓ 6ഓ ക്ലാസ്സുകളിൽ വെച്ചുകൊണ്ട് പഠിച്ച ആ കാര്യം തന്നെയാണ് ഇസ്ലാം. അതിനപ്പുറം ഞാനൊന്നും അറിയേണ്ടതില്ല, പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതിയുമായി കൊണ്ടായിരുന്നുവോ നാം ഓരോരുത്തരും മുന്നോട്ട് പോയത് എന്നതും നാം ആലോചിക്കേണ്ടതാണ്. ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മറ്റു രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളും ജീവിതത്തിൽ ശീലിക്കുവാൻ നമുക്ക് ഈ ദിനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആ ദിക്റുകളിലൂടെ അള്ളാഹുവിന്റെ ദിക്റ് ചെല്ലുന്ന വിഷയത്തിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ദിക്റുകൾ ചെല്ലാൻ, പ്രാർത്ഥന, അള്ളാഹു ആ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കുക പോലുമില്ല. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിനോട് സമീപിക്കുവാൻ, ഇങ്ങനെയെല്ലാം ദിക്റുകളിലൂടെയും സ്വലാത്തുകളിലൂടെയും അള്ളാഹുവിനെ സമീപിക്കുവാൻ ഈ ദിനങ്ങളിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഈ ചെയ്ത കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വളരാൻ, ഉയരാൻ, പടച്ച റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസൻ ദാസിയാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത്, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. എവിടെയെങ്കിലും പാകപ്പഴവുകളോ പോരായ്മകളോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയാണ് നമ്മുടെ മനസ്സ് പറയുന്നത് എങ്കിൽ, ഇനിയും 1-2 ദിവസങ്ങൾ നമുക്ക് അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. ഒട്ടും മാറി നിൽക്കാതെ ആ 1-2 ദിനരാത്രങ്ങളിൽ ഈ പോരായ്മകൾ വന്നിട്ടുള്ളത് തിരുത്താൻ നാം ഓരോരുത്തരും ശ്രമിച്ചാലും റബ്ബ് നമ്മെ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം റബ്ബ് അത്രമാത്രം ദയാപരനാണ്, റബ്ബ് അത്രമാത്രം കാരുണ്യവാനാണ്, റബ്ബ് അത്രമാത്രം മഹത്വമുള്ളവനാണ്. ഈ അവസാന നാളുകളിലാണ് എന്റെ പോരായ്മകൾ ഞാൻ തിരിച്ചറിഞ്ഞത്. റബ്ബേ, ഈ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യേണ്ടതായിരുന്നു, അതിനേക്കാൾ അധികം ഞാൻ ഈ മാസത്തെ പ്രയോജനപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ എനിക്കതിനൊന്നും കഴിഞ്ഞില്ല റബ്ബേ, ഞാനിതാ ഖേദിച്ചു മടങ്ങുന്നതിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസാന ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായി പടച്ചവനിലേക്ക് അടുക്കുകയാണെങ്കിൽ പടച്ചവൻ നമ്മളെ സ്വീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വല്ല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, നോമ്പിൽ വന്നിട്ടുള്ള ആന്തരികമായ എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ നാം ഫിത്ർ സക്കാത്തിലൂടെ അത് പരിഹരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഫിത്ർ സക്കാത്ത് ആരെങ്കിലും നൽകാൻ ബാക്കിയുള്ളവരുണ്ട് എങ്കിൽ ഇന്ന് രാത്രിക്ക് മുമ്പായിക്കൊണ്ട് ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഫിത്ർ സക്കാത്തും നമ്മൾ നൽകുന്നത് എന്താ? നമ്മൾ എത്ര സൂക്ഷിച്ചാലും അമലുകൾ വ്യത്യസ്ത രൂപങ്ങളിലുണ്ട്. ആ രൂപങ്ങളിൽ ഒന്ന്, നമ്മളത് എത്ര പെർഫെക്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചാലും പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്, തുഴ്മത്തൻ ലിസ്വായിം തുഴ്മത്തൻ ലിൽ മസാകീൻ തുഹ്റത്തൻ ലിസ്വായിമി, നോമ്പുകാരന്റെ പരിശുദ്ധിക്ക് വേണ്ടി വല്ല പോരായ്മകളും വന്നാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തിന് വേണ്ടി, ഇതും കൂടി ചെയ്തുകൊണ്ടാണ് നാം ഈ നോമ്പിനെ, ഈ റമദാൻ മാസത്തെ പൂർണ്ണമായും നമ്മുടെ വരുതിയിലാക്കാൻ, ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണമായും സ്വീകരിക്കാൻ നാം തയ്യാറാവുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മാസമായിരുന്നു, നമുക്ക് വേണ്ടി അല്ലാഹു കനിഞ്ഞരുളിയതായിരുന്നു, നമുക്ക് സന്തോഷമുണ്ടായിരുന്നു, നമുക്ക് ആനന്ദമുണ്ടായിരുന്നു. പോകുമ്പോൾ നമുക്ക് ദുഃഖവുമുണ്ട്. നമ്മെ വിട പറയുന്ന സമയത്ത് നമുക്ക് ആ രൂപത്തിലുള്ള പ്രയാസമുണ്ട്. ഏതായിരുന്നാലും ഇതിൽ കഴിഞ്ഞുകൂടിയിട്ടുള്ള ആ ദിനരാത്രങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടപ്പെട്ട ദാസനായി ദാസിയായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മാസത്തിന്റെ പ്രത്യേകതയിൽ അല്ലാഹു അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്.
أيها الإخوان والأخوات أوصيكم عباد الله ونفسي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ നാടുകളിൽ ആരാധനകൾ നിർവഹിക്കുവാനും ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കുവാനും ഇസ്ലാമികമായ ദഅവത്ത് നടത്തുവാനും എല്ലാം നമുക്ക് സൗകര്യമുണ്ട്. എന്നാൽ നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലുള്ള വിശ്വാസികളായ ആളുകൾ ഏറെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ലോകത്ത് നടന്ന യുദ്ധങ്ങളുടെ എല്ലാ നീതികളും കാറ്റിൽ പറത്തിക്കൊണ്ട് ലോക സയനിസ്റ്റുകളായ ഇസ്രായേൽ ഭീകരർ ഫലസ്തീനിന് പേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരത, നരനായാട്ട് ലോകം മുഴുവനും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. എന്നാൽ അതിന് പരിഹാരം കാണാൻ ലോകരാജ്യങ്ങൾക്കോ ഐക്യരാഷ്ട്രസഭക്കോ പോലും കഴിയുന്നില്ല. ഐക്യരാഷ്ട്രസഭ എടുക്കുന്ന തീരുമാനങ്ങൾ നോക്കുകുട്ടിയായി നിൽക്കുന്ന ദുരവസ്ഥയാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഈ വെടിനിർത്തൽ കരാർ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ട് അത് ലംഘിക്കുന്ന അവസ്ഥയിൽ അത് ചോദ്യം ചെയ്യാനും ലോക ശക്തികൾക്കൊന്നും സാധിക്കുന്നില്ല. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അയാളുടെ ആ രാജ്യത്തിന്റെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആദ്യത്തെക്കാൾ ശക്തമായ രൂപത്തിലുള്ള കടന്നുകയറ്റവും ബോംബിങ്ങും നാശനഷ്ടങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടി സമാധാന ചർച്ചകൾ ഉണ്ടാവുക എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയും അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതല്ലാതെ നമ്മുടെ മേൽ മറ്റൊരു നിർവാഹവുമില്ല. പടച്ച തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ മുഅ്മിനിന്റെ കയ്യിലുള്ള സിലാഹുൽ മുഅ്മിനി അദ്ദുആ, മുഅ്മിനിന്റെ കയ്യിലുള്ള ആയുധം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വാനിലേക്ക് ഉയരുമ്പോൾ, പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ആ പ്രാർത്ഥനകൾ എത്തുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടാവാതിരിക്കുകയില്ല. അതുകൊണ്ട് നാം ഈ ജുമാ ഖുത്ബയിൽ മാത്രമല്ല, നമ്മുടെ മറ്റു സമയങ്ങളിലുള്ള പ്രാർത്ഥനകളിലും ഈ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ മണ്ണ്, ഫലസ്തീൻ എന്ന് പറയുന്നത് അത് ബൈത്തുൽ മുഖദ്ദസ് അവിടെ ഉണ്ട് എന്നത് കൊണ്ടും ബാറക്നാ ഹൗലഹു എന്ന ഖുർആൻ പറഞ്ഞ ആ അതിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം പരിശുദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടും ആ നാട് വളരെ പരിശുദ്ധമായ മണ്ണാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ പാദമുദ്രകൾ ഏറ്റിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ആ പരിശുദ്ധ മണ്ണിനെ നീ സംരക്ഷിക്കണമേ നാഥ. അവിടെ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന വിശ്വാസിനികൾക്ക് നീ സഹായകമാകണമേ തമ്പുരാനെ. അവിടെ കൊടും പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെയും ആളുകളെയും ശക്തികളെയും എല്ലാം നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്, ഇന്ന് എബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കലശനാണ്. പുളിക്കലിൽ പ്രവർത്തിക്കുന്ന എബിലിറ്റി എന്ന് പറയുന്ന 16 വർഷമായി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ശാരീരിക പ്രതിസന്ധികൾ, വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, കേൾവിക്കുറവുള്ളവരുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, കാഴ്ചക്കുറവുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് അത്തരത്തിലുള്ള അംഗപരിമിതരായ ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും അവർക്ക് ചെയ്യാൻ കഴിയുന്ന തൊഴിലുകൾ ചെയ്യുകയും അതുപോലെയുള്ള മേഖലകളിലേക്ക്, വിദ്യാഭ്യാസ മേഖലകളിലേക്കുമെല്ലാം കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ പോയി നോക്കിയാൽ അവരുടെ കാഴ്ചകളും കാഴ്ചയില്ലാത്തവരുടെ കാഴ്ചകൾ നമ്മളാവും.
അവിടെ നടക്കാൻ കഴിയാത്ത ആളുകളുടെ, അവർക്ക് ജുമാക്ക് പോകാനുള്ള പള്ളി അവിടെ ഉണ്ട്, വീൽ ചെയറിൽ പോകാനുള്ളതുണ്ട്. അതുപോലെ അവർക്ക് കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക്, കാണാൻ കഴിയാത്ത ആളുകൾക്ക് എല്ലാവർക്കുമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് വിശാലമായ സ്ഥലത്ത് നടക്കുന്ന ഈ സ്ഥാപനം. അപ്പോ അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണം ഈ വിശുദ്ധ റമദാനിന്റെ അവസാന നാളിൽ ഇത്രയും പുണ്യകരമായ മറ്റൊരു ദിവസം ഇനി നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെന്നില്ല. ഏറ്റവും പുണ്യമായ റമദാൻ മാസമാണ്, ഏറ്റവും പുണ്യ ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസമാണ്. അത് തന്നെ റമദാനിന്റെ അവസാനത്തെ 10 വെള്ളിയാഴ്ചയാണ്. പടച്ച റബ്ബിനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി പരമാവധി നമ്മൾ എല്ലാവരും സഹകരിക്കണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആഴ്ചകളിലും പിരിവുണ്ടായിട്ടുണ്ട്, എല്ലാ വക്തുകളിലും ഒരു പക്ഷേ ഇവിടെ പിരിവുണ്ടായിട്ടുണ്ടാകും. ചില ആളുകൾക്ക്, വളരെ ചുരുക്കം ചില ആളുകൾക്ക് തോന്നും, എന്താ എപ്പോഴും പിരിവാണോ, എന്താണ് എപ്പോഴും പിരിവാണോ എന്ന്. അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പുകളിലൂടെ ഓടിയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണാം, അങ്ങനെ ചിന്തിക്കണ്ട എന്ന്. കാരണം എന്നോട് ചോദിക്കുമ്പോ നിനക്ക് കൊടുക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷേ ചോദിക്കുന്നവൻ നീ ആയിട്ടില്ലല്ലോ, എന്നോടാണ് ചോദിക്കുന്നത്, എൻ്റെ അടുത്ത് ഉണ്ടായിട്ടാണ്. പടച്ചോനെ, കൊടുക്കാൻ കഴിവുള്ളവനാണല്ലോ ഞാൻ, വാങ്ങുന്ന അവസ്ഥയിലേക്ക് നീ എന്നെ ആക്കിയിട്ടില്ലല്ലോ റബ്ബേ എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. നാം മുകളിലത്തെ കൈയാണ്, താഴത്തെ കൈയല്ല. പടച്ചോനെ, നീ എന്തൊരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ഈ പിരിവുമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈദ്ഗാഹ് എന്ന് പറയുന്നത് 7 മണിക്കാണ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. വളരെ നേരത്തെ തന്നെ എല്ലാവരും ആ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരണം എന്ന് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ നാളുകളിൽ ജീവിച്ചതെല്ലാം, ചെയ്തതെല്ലാം നമ്മിൽ നിന്ന് പൂർണാർത്ഥത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഇതുപോലെയുള്ള വിശുദ്ധ നാളുകൾ അടുത്ത വർഷങ്ങളിലും കടന്നു വരുമ്പോൾ ആ നാളുകൾക്കും സാക്ഷ്യം വഹിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് നാഥ, നോവുന്ന ഹൃദയത്തോട് നിന്നോട് പറഞ്ഞിട്ടുണ്ട് നാഥ. എങ്കിലും ഞങ്ങളുടെ മനസ്സുകളിൽ ഏതെങ്കിലും കറുത്ത പുള്ളികൾ അവശേഷിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ കാരുണ്യവാനായ തമ്പുരാനെ, അത്തരത്തിലുള്ള പാപത്തിന്റെ കറകൾ മുഴുവനും ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെക്കാൾ അധികമായി ഞങ്ങളുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ അവർ മരണപ്പെട്ടു പോയവരാണ് എങ്കിൽ അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ അടുക്കലുള്ള കൂട്ടായിക്കൊണ്ട് അവരുടെ സൽപ്രവർത്തനങ്ങൾ ഉണ്ടാവണമേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ ഖബറിലേക്ക് നീ തുറന്നു വെച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ വളരെ മഹത്വത്തോടു കൂടി നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ അവരെ നോക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള സന്മനസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. പ്രായാധിക്യത്തിൽ അങ്ങേ തലക്കലെത്തിയാൽ കുട്ടികളെപ്പോലെ താന്നു വരും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ മാതാപിതാക്കളെങ്കിലും ആ അവസ്ഥയിൽ അവരെ നോക്കാൻ കഴിയുക എന്നത് എന്റെ സ്വർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വൃദ്ധസദനങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ, മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ഈ പ്രാധാന്യത്തോടു കൂടി കാണാനും നോക്കാനും പരിചരിക്കാനുമുള്ള സന്മനസ്സും തൗഫീഖും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. ഉത്തരം കിട്ടുന്ന ഈ മഹത്തായ ദിനത്തിൽ റബ്ബേ, ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ് തമ്പുരാനെ, ഞങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം നൽകണമേ തമ്പുരാനെ. ഈ സമാധാനം ഏറ്റവും കൂടുതൽ ലഭിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നാണ് റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ നിന്നാണ് റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നാണ് റബ്ബേ, ഞങ്ങളുടെ രക്തബന്ധങ്ങളിൽ നിന്നാണ് റബ്ബേ. അതുകൊണ്ട് അവരിൽ നിന്നെല്ലാം ഈ സമാധാനമുണ്ടാവുന്ന അവസ്ഥ ഞങ്ങൾക്കെല്ലാവർക്കും നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ,
കുട്ടികളെല്ലാം വഴി പിഴച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ, മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ പടച്ചവനെ നിന്റെ സഹായത്താൽ അവരെ സുരക്ഷിതരാക്കാൻ കഴിയുന്നവരായി ഞങ്ങൾക്ക് നീ അത്തരത്തിലുള്ള അവസ്ഥ നൽകണമേ തമ്പുരാനെ. അവരെ ദീനീപരമായ രൂപത്തിൽ വളർത്താനും ആ രൂപത്തിലുള്ള വേദികളിൽ അവരെ എത്തിക്കാനും അങ്ങനെ ചിന്തിക്കുന്നവരാക്കി വളർത്താനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഓരോരുത്തരും നിന്നോട് ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓരോരുത്തരും നിന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അത് വേണ്ടതാണോ അല്ലയോ, ഗുണപരമാണോ അല്ലയോ എന്നെല്ലാം അറിയുന്നവൻ നീയാണ് റബ്ബേ. അതുകൊണ്ട് ആ പ്രാർത്ഥനകൾക്കെല്ലാം ആവശ്യാനുസരണം നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ് റയ്യാൻ എന്ന കവാടത്തിലൂടെ നിന്റെ ഫിർദൗസ് എന്ന മഹത്തായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم تقبل صيامنا يا أرحم الراحمين. اللهم اجعل صيامنا صيام الصائمين وقيامنا قيام القائمين. اللهم اجعل ليلة القدر من نصيبنا يا رب العالمين. اللهم اجعلني من المستغفرين ومن عبادك الصالحين. اللهم اغفر لذنوبنا يا رب العالمين. اللهم انصر لفلسطين. اللهم انصر المجاهدين في فلسطين. اللهم انصر إخواننا في غزة. اللهم تقبل شهداءهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.